പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്ത NS+2 ഡാറ്റ എൻട്രി കോഡ് നമ്പർ 336 10ാമത്തെ ചാപ്റ്ററാണ് ഇന്റർനെറ്റ്. അത് നമ്മുടെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അതിനുശേഷം പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ സിലബസിൽ അപ്ഡേഷൻ ഉണ്ട്. മൊത്തം സിലബസിൻ്റെ 60% മാത്രം നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% എക്സാമിൽ നിന്ന് ഒഴിവാക്കില്ല. അഥവാ 10 ചാപ്റ്ററിൽ നിന്ന് 6 ചാപ്റ്റർ മാത്രം, അതിൽപ്പെട്ട അവസാന ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് 10ാം ക്ലാസ്സിൻ്റെ ഡാറ്റ എൻട്രിക്ക്, അതേപോലെ തന്നെ ബേസിക് കമ്പ്യൂട്ടിങ്, അതേപോലെ തന്നെ +2 കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് ആപ്ലിക്കേഷന്, ഡാറ്റ എൻട്രി ഓപ്പറേഷൻ എന്നീ സബ്ജക്റ്റുകൾക്കും നമ്മുടെ ഈ ക്ലാസ്സുകൾ ഉപകാരപ്രദമാകുന്നതാണ്. എക്സാമിന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൽ പരീക്ഷ എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ മലയാളത്തിൽ ആൻസർ എഴുതാം എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് ഞങ്ങൾ ഉണ്ടാക്കി തരുന്നത്. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഗൈഡ് വെച്ചിട്ടാണ്. ഏകദേശം 13 ക്വസ്റ്റ്യൻസ് ആണ്. 2 മാർക്കും 3 മാർക്കും 4 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. 1/2 മാർക്കിൻ്റെയും 1 മാർക്കിൻ്റെയും വരുന്ന MCQ ക്വസ്റ്റ്യൻസ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, വാട്ട് ഈസ് ഇന്റർനെറ്റ്, വാട്ട് ആർ ദ ആപ്ലിക്കേഷൻ. എന്താണ് ഇന്റർനെറ്റ്, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്തെല്ലാമാണ് എന്നതാണ് പറയുന്നത്. ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് ലോകം മുഴുവൻ വിന്യസിച്ചിരിക്കുന്ന ഒരു ശൃംഖലയാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് ലോകം മുഴുവനും വിന്യസിച്ചിരിക്കുന്ന ശൃംഖലയാണ് ഇന്റർനെറ്റ്. ഒരു വേൾഡ് വൈഡ് കണക്ഷനാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഈ ഇന്റർനെറ്റ് ഇന്നത്തെ വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്ക് ഏത് വിഷയത്തെക്കുറിച്ച് പഠിക്കാനും സാധിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കായിക്കോട്ടെ, ഗവേഷകർക്കായിക്കോട്ടെ, പ്രൊഫഷണലുകൾക്കായിക്കോട്ടെ, വിദ്യാഭ്യാസ സമ്പന്നരായ ആളുകളായിക്കോട്ടെ, ഇവർക്കൊക്കെ കാര്യങ്ങൾ പഠിക്കാനും ശേഖരിക്കാനും നമുക്ക് ഇന്റർനെറ്റ് ഉപയോഗിച്ച് വേൾഡ് വൈഡ് വെബിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനും കൈമാറാനും ചെയ്യും. അങ്ങനെ പലതരത്തിലുള്ള ഈ സേവനങ്ങൾ, ഇലക്ട്രോണിക് സേവനങ്ങൾ ഇന്റർനെറ്റ് വഴി നമുക്ക് നടത്താം. വിദൂര സ്ഥലങ്ങളിലുള്ള ആളുകളുമായി നമുക്ക് ചാറ്റ് ചെയ്യാനും വിവരങ്ങൾ അറിയാനും മാർക്കറ്റിംഗ്, ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ നടത്താനൊക്കെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതാണ്. ഇനി അതിൻ്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ് ഉപയോഗം? ഫസ്റ്റ് പറയുന്നത് ഇമെയിൽ ഉപയോഗിച്ച് സന്ദേശങ്ങൾ കൈമാറുക എന്നുള്ളതാണ് ഇന്റർനെറ്റിൻ്റെ 1ാമത്തെ ഉപയോഗമാണ്. 2 ഫയലുകളും സോഫ്റ്റ്വെയറുകളും കൈമാറാൻ സഹായിക്കുന്നുണ്ട്. 3 വെബിന് ഏത് വിഷയത്തിലെ കുറിച്ചും ബ്രൗസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 4 ഇന്റർനെറ്റ് ബന്ധിപ്പിച്ചിരിക്കുന്ന മറ്റുള്ളവരുമായി തത്സമയം ആശയവിനിമയം നടത്താൻ പറ്റുന്നുണ്ട്. പിന്നെ പറയുന്നത് ഗവൺമെന്റ് വ്യക്തികൾ, സംഘടനകൾ എന്നിവയുടെ വിവരങ്ങൾ തിരയാൻ, അതേപോലെ തന്നെ പ്രമുഖ വാർത്താ ഗ്രൂപ്പിൽ നിന്നുള്ള വാർത്തകൾ വായിക്കാൻ, ദൂരെ സ്ഥലങ്ങളിൽ നിന്നും ആനിമേഷൻ, ചിത്രങ്ങൾ മുതലായ ഫയലുകൾ അയക്കാനും സ്വീകരിക്കാനും കഴിയുന്നു. നിങ്ങളുടെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് ഒരു സൈറ്റ് ഉണ്ടാക്കാനൊക്കെ നമുക്ക് ഇന്റർനെറ്റ് കൊണ്ട് കഴിയുന്നുണ്ട്. 2ാമത്തെ ചോദ്യം, ഹൗ ടു ഗെറ്റ് ആൻ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് ഒരു ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടുന്നത്. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഇന്റർനെറ്റ് കണക്ഷൻ, ഏതാണ് വ്യത്യസ്ത തരത്തിലുള്ള ഇന്റർനെറ്റ് കണക്ഷൻ. ഇന്റർനെറ്റ് സേവന ദാതാവിൽ നിന്നും ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, അല്ലെ, ISP എന്നാണ് അതിന് പറയുന്നത്, കണക്ഷൻ എടുത്താൽ, ISP കണക്ഷൻ എടുത്താൽ മാത്രമേ നമുക്ക് ഇന്റർനെറ്റ് സേവനം ലഭിക്കുള്ളൂ. ഓരോ പ്രദേശത്തും നിരവധി ഇന്റർനെറ്റ് സേവന ദാതാക്കളുണ്ട്. കണക്ഷൻ സ്ഥാപിക്കുന്നതിനും ഓരോ മാസത്തെ ഉപയോഗത്തിനുമായി ഒരു നിശ്ചിത തുകയോ പ്രതിമാസമായോ പ്രതിവർഷമായോ അടക്കേണ്ടതാണ്. താഴെ പറയുന്ന ഏതെങ്കിലും തരത്തിൽ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന് പറയുന്നത് ബ്രോഡ്ബാൻഡാണ്. ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ കൂടിയ വേഗതയും ഉയർന്ന ബാൻഡ് വിഡ്ത്തും ഉള്ള കണക്ഷൻ. ഇന്റർനെറ്റ് കണക്ഷനോടൊപ്പം തന്നെ ടെലിഫോണിൽ സംസാരിക്കാനും പറ്റുന്നതാണ് ബ്രോഡ്ബാൻഡ് കണക്ഷൻ. പിന്നെ വരുന്നത് ലീസ്ഡ് ലൈൻ. ഒരു കമ്പ്യൂട്ടർ സംവിധാനത്തിൽ ഒരു സ്ഥിരമായ കണക്ഷനാണ് ലീസ്ഡ് ലൈൻ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഇത് വലിയ സ്ഥാപനങ്ങൾ, അതേപോലെ തന്നെ കോർപ്പറേറ്റ്, സർക്കാർ ഏജൻസികൾ എന്നിവയാണ് ഈ ലീസ്ഡ് ലൈൻ ഉപയോഗിക്കുന്നത്. 3ാമത് പറയുന്നത് ഡയൽ-അപ്പ് കണക്ഷനാണ്. കമ്പ്യൂട്ടർ വഴി ഒരു ഫോൺ നമ്പർ ഡയൽ ചെയ്ത് സെർവറുമായി കണക്ട് ചെയ്യുന്നു. നേരിട്ട് ഇന്റർനെറ്റുമായി കണക്ട് ചെയ്യാതെ ഒരു ഇന്റർനെറ്റ് സേവന ദാതാവിലൂടെ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കുന്നു.
ഡയൽ-അപ്പ് കണക്ഷൻ ഒരേ സമയം ഇന്റർനെറ്റും ടെലിഫോണും ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്താണ് വാട്ട് ഡു മീൻ ബൈ ISDN അല്ലെങ്കിൽ TCP. ISDNും TCPയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ്. ISDN എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം ആണ്. അരമാർക്കിന് ഒരു മാർക്കിന് ചോദിക്കും. ISDNന്റെ ഫുൾ ഫോം ഇന്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്കാണ്. ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നതിന് സെർവറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു രീതി ഡയൽ-അപ്പ് കണക്ഷൻ ഇതുപോലെ തന്നെയാണ്. പക്ഷെ അനലോഗിന് പകരം ഡിജിറ്റൽ ഫോൺ ലൈനുകൾ ഉപയോഗിക്കുന്നു. ഇന്റർനെറ്റിന്റെ വേഗത 128 kbs ആണ്. ഒരേ ലൈനിൽ തന്നെ കോളുകൾ ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതാണ് ISDN എന്ന് പറയുന്നത്. ഇനി എന്താണ് TCP? ട്രാൻസ്ഫർ കൺട്രോൾ പ്രോട്ടോകോൾ അല്ലെങ്കിൽ IP അഡ്രസ്. ഓരോ കമ്പ്യൂട്ടറും ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് TCP എന്ന് പറയുന്നത്. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ എന്നാണ് പറയാം കേട്ടോ, അല്ലെങ്കിൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ IP എന്നും പറയും. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊന്നിലേക്ക് വിവരങ്ങൾ ഇന്റർനെറ്റ് വഴി അയക്കുന്നതിന് ആദ്യം അവ ചെറിയ പാക്കറ്റുകളായി വിഭജിക്കുന്നു, അതിനുശേഷം അയക്കുന്നു. ഈ പാക്കറ്റുകൾ സ്വീകരിക്കുന്നതും അയക്കുന്നതിനും പരിശോധിക്കുന്നതും ഉത്തരവാദിത്തമുണ്ട്. TCP ആണ് ഇന്റർനെറ്റിന്റെ ഗ്ലൂ ആയി അറിയപ്പെടുന്നത്. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് ബ്രൗസർ? എന്താണ് ബ്രൗസർ? ഇന്റർനെറ്റിലുള്ള വിവരങ്ങൾ വിവിധ സെർവർ കമ്പ്യൂട്ടറുകളിലാണുള്ളത്. ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൽ എത്തിക്കുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ബ്രൗസർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അടുത്തത് വാട്ട് ഈസ് സെർച്ച് എഞ്ചിൻ? എന്താണ് സെർച്ച് എഞ്ചിൻ? വിവരങ്ങൾ ശേഖരിക്കാനുള്ള വെബ്സൈറ്റുകൾക്ക് പുറമെ വിവരങ്ങൾ തിരയാനുള്ള ധാരാളം വെബ്സൈറ്റുകൾ ഇന്റർനെറ്റിലുണ്ട്. അതിൽപ്പെട്ടതാണ് ഇതിനെയാണ് സെർച്ച് എഞ്ചിൻ. ഗൂഗിൾ, യാഹൂ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിൻ വിവരങ്ങൾ തരാൻ കേട്ടോ. അടുത്ത ചോദ്യമാണ് വാട്ട് യു മീൻ ബൈ ഇമെയിൽ? ഹൗ ഡസ് ദി ഇമെയിൽ വർക്ക്? എന്താണ് ഇമെയിൽ? അത് എങ്ങനെ വർക്ക്? ഇന്റർനെറ്റ് വഴി ഒരേ സമയം പലർക്കും സന്ദേശങ്ങളോ കത്തുകളോ അയക്കുന്നതിനെയാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ഇത് പോസ്റ്റ് ഓഫീസിനേക്കാൾ വളരെ വേഗത്തിലും എളുപ്പത്തിലും ചെലവ് കുറഞ്ഞതാണ്. ലക്ഷ്യസ്ഥാനത്ത് കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ എത്തിച്ചേർന്നു. ഇന്റർനെറ്റിൽ നിരവധി സൗജന്യ വെബ് അധിഷ്ഠിത ഇമെയിൽ സേവനങ്ങൾ ലഭ്യമാണ്. അതിലാണ് യാഹൂ മെയിൽ, ജിമെയിൽ, ഹോട്ട്മെയിൽ, റെഡ്മെയിൽ ഇതൊക്കെ വരും. ഇനി എങ്ങനെയാണ് ഇമെയിൽ വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്. ഒരു കത്ത് തപാൽ ഓഫീസ് വഴി ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് പോലെ ഇമെയിൽ ഒരു കമ്പ്യൂട്ടറിന്റെ മെയിൽ സെർവറിൽ നിന്നും മറ്റൊന്നിലേക്ക് ഇന്റർനെറ്റിലൂടെ സഞ്ചരിച്ച് എത്തേണ്ട മെയിൽ സെർവറിൽ എത്തിച്ചേരുന്നു. ആ മെയിൽ ഒരു ഇലക്ട്രോണിക് മെയിൽ ബോക്സ് സൂക്ഷിക്കുന്നു. ആവശ്യാനുസരണം മെസ്സേജ് വായിക്കുന്നതാണ്. ഒരു മെയിൽ അയക്കാനും തിരിച്ചു മറുപടി ലഭിക്കാനും നിമിഷങ്ങൾക്കകം സാധിക്കുന്നുണ്ട്. ലോകത്തിൽ എവിടെയുള്ളവരുമായി ഏത് സമയത്തും നിമിഷങ്ങൾക്കുള്ളിൽ ആശയവിനിമയം നടത്താൻ നമുക്ക് ഇന്റർനെറ്റ് സഹായിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, ഹൗ ടു സെൻഡ് ആൻഡ് റിസീവ് മെസ്സേജ്? എങ്ങനെയാണ് മെസ്സേജുകൾ അയക്കുന്നത് സ്വീകരിക്കുന്നത്? ഇമെയിൽ ലഭിക്കുന്നതിന് മെയിൽ സെർവറിൽ ഒരു അക്കൗണ്ട് ആവശ്യമാണ്. നമ്മുടെ വിലാസത്തിൽ ഒരു കത്ത് ലഭിക്കുന്നത് പോലെ ലോകത്തെ ഏത് കോണിൽ നിന്നും സന്ദേശം സ്വീകരിക്കാൻ കഴിയും. മെയിൽ സെർവറുമായി ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലേക്കോ വയർലെസ് ഉപകരണങ്ങളിലേക്കോ സന്ദേശങ്ങൾ പകർത്താൻ സഹായിക്കുന്നു. ഇമെയിൽ അയക്കുവാൻ ഇന്റർനെറ്റുമായി ഒരു കണക്ഷൻ ആവശ്യമാണ്. ഇന്റർനെറ്റ് ഇമെയിൽ അയക്കുന്നതിന് സാധാരണ ചില നിബന്ധനകളുണ്ട്. അതിനാണ് SMTP അല്ലെങ്കിൽ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയുന്നുണ്ട്. ഇത് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോളിനൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു ഇമെയിൽ സന്ദേശം അയക്കുമ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഒരു SMTP സെർവറിലേക്ക് വഴിമാറുന്നു. സെർവർ ഈ ഇമെയിൽ വിലാസം കണ്ടെത്തി സന്ദേശത്തിന്റെ സ്വീകർത്താവിന്റെ മെയിൽ സെർവറിലേക്ക് എത്തിക്കുന്നു. ഈ ഇമെയിൽ വിലാസമുള്ള ഏതൊരാൾക്കും ലോകത്തിലെ ഏത് സ്ഥലത്തും ഏത് സമയത്തും സന്ദേശം അയക്കാൻ കഴിയുന്നുണ്ട്. അടുത്ത ചോദ്യം, ഹൗ ടു ക്രിയേറ്റ് ആൻ ഇമെയിൽ അക്കൗണ്ട്, ഹൗ ടു സെൻഡ് എ മെസ്സേജ് ഇമെയിൽ ആണ്. ഒരു ഇമെയിൽ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഇന്റർനെറ്റ് ഇമെയിൽ വിലാസങ്ങൾക്ക് സാധാരണയായി പ്രധാന ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗമാണ് യൂസർ ID ആണ്. യൂസർ ID ഉപയോഗിക്കുന്നതിലൂടെ തിരിച്ചറിയാനുള്ള മെയിൻ ബോക്സ്, അതായത് പ്രസിഡൻസി എന്നുള്ള ഒരു ഉദാഹരണമാണ്. അതിനുശേഷം ഒരു സൈൻ അല്ലേ, ഇപ്പം നമ്മൾ പ്രസിഡൻസി @, ഇനി ജിമെയിലാണ് ജിമെയിൽ അല്ലേ. ഇതിനെയാണ് നമ്മൾ ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. gmail.com, yahoo.com. ഇത് കമ്പ്യൂട്ടറിൽ സ്വീകർത്താവിന്റെ ഇലക്ട്രോണിക് മെയിൽ ബോക്സിൽ മെയിൻ സെർവറെ സൂചിപ്പിക്കുന്നു. ഇത് സാധാരണയായി ഒരു കമ്പനിയുടെ സംഘടനയുടെ പേരാണ്. ഡൊമൈൻ നാമത്തിന്റെ അവസാനം ഒരു ഡോട്ട് ഉണ്ടായിരിക്കും അല്ലേ, @.com എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. അതിന് 3 കൂടുതൽ അക്ഷരം കൊണ്ടായിരുന്നു, അത് .com, .government.
ഈ ഭാഗത്തിൻ്റെ ടോപ്പ് ലെവൽ ഡൊമെയിൻ എന്ന് പറയുന്നത്. ഡൊമെയിൻ നാമത്തിൻ്റെ ഈ ഭാഗം ഹോസ്റ്റ് സർവർ സ്ഥിതി ചെയ്യുന്ന രാജ്യം അല്ലെങ്കിൽ സംഘടന എന്നീ കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഒരു ഇമെയിൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ കുറച്ച് മിനിറ്റ് മതി. ആദ്യം നിങ്ങൾക്ക് കുറിച്ചുള്ള വിവരങ്ങൾ നൽകണം, ഒരു വ്യക്തിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകണം, പിന്നെ അക്കൗണ്ട് നെയിം, പാസ്വേഡ് നൽകണം. അക്കൗണ്ട് നെയിം അല്ലെങ്കിൽ ID ഇമെയിൽ അഡ്രസ്സിൻ്റെ ഭാഗമായി വരുന്നത്. നിങ്ങളൊരു ജിമെയിൽ അക്കൗണ്ട് തുടങ്ങുകയും നിങ്ങളുടെ ID ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് അതിൽ ചേർക്കുകയും വേണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. പിന്നെ എങ്ങനെയാണ് ഇമെയിൽ ഉപയോഗിച്ചൊരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്? ഇമെയിൽ ദാതാവിൻ്റെ വെബ് അഡ്രസ് ടൈപ്പ് ചെയ്യുക. ഉദാഹരണം www.mail.gmail.com എന്നിട്ട് യൂസർ ID പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. കമ്പോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇമെയിൽ മെസ്സേജിന് ഒരു കത്തിനെ പോലെ തന്നെ 2 ഭാഗങ്ങളുണ്ട്, ഹെഡർ അതുപോലെ തന്നെ ബോഡി. ഹെഡറിൽ സ്വീകർത്താവിൻ്റെ പേരും വിലാസം, അയക്കുന്ന വിലാസം, കത്തിൻ്റെ വിഷയം അടങ്ങുന്നു. കത്തിലെ സന്ദേശങ്ങളൊക്കെ ബോഡിയിലാണ് കൊടുക്കേണ്ടത്. പിന്നെ 2 എന്നുള്ള ഭാഗത്ത് സ്വീകർത്താവിൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിക്കുക. ഒന്നിലധികം പേരുണ്ടെങ്കിൽ ഓരോ അഡ്രസ്സും കോമ ഉപയോഗിച്ച് വർത്തിരിക്കുക. പിന്നെ D എന്ന് പറയുന്നത് CC എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ സന്ദേശത്തിൻ്റെ കാർബൺ കോപ്പി ആർക്കെങ്കിലും അയക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നൽകുക. പിന്നെ BCC എന്നുള്ള സ്ഥലം CC പോലെ തന്നെയാണ്. CCയും BCCയും സ്വീകർത്താവിനെ കാണാൻ സാധിക്കില്ല. പിന്നെ സബ്ജക്റ്റ് എന്ന സ്ഥലത്ത് കത്തിലെ വിഷയം നൽകുക. വലിയ ടെക്സ്റ്റ് ബോക്സ് ഉള്ളടക്കം നൽകുക. അറ്റാച്ച് ഫയൽ ഉപയോഗിച്ച് ഫയലുകൾ കൂട്ടിച്ചേർക്കാനും ഇൻസേർട്ട് ഫോട്ടോ ഉപയോഗിച്ച് ഫോട്ടോ ഉൾപ്പെടുത്താനും കഴിയുന്നു. പിന്നെ സന്ദേശം അയക്കാൻ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം 9. ഹൗ ടു റീഡ് ആൻഡ് റിപ്ലൈ ഫോർവേഡ് മെസ്സേജ്. ഒരു മെസ്സേജ് വായിക്കാനും മറുപടി നൽകാനും ഫോർവേഡ് ചെയ്യാൻ കഴിയുന്നത് എങ്ങനെ? ചെക്ക് മെയിൽ ബോക്സ് അല്ലെങ്കിൽ ഇൻബോക്സ് ക്ലിക്ക് ചെയ്യുക. സബ്ജക്റ്റ് ക്ലിക്ക് ചെയ്ത് മെസ്സേജ് വായിക്കാൻ സാധിക്കുന്നുണ്ട്. റിപ്ലൈ ബട്ടൺ ഉപയോഗിച്ച് മറുപടി നൽകാനും ഫോർവേഡ് ഉപയോഗിച്ച് മറ്റൊരാൾക്ക് അത് അയക്കാനും കഴിയുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ടെൽനെറ്റ് ആൻഡ് FTP. എന്താണ് ടെൽനെറ്റും FTPയും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്? ടെൽനെറ്റ് എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റിനും ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലും ഉപയോഗിക്കുന്ന ഒരു നെറ്റ്വർക്ക് പ്രോട്ടോക്കോളാണ് ടെൽനെറ്റ്. കമ്പ്യൂട്ടർ ടെൽനെറ്റ് പ്രോഗ്രാം ഉപയോഗിച്ച് നെറ്റ്വർക്ക് വഴി പേഴ്സണൽ കമ്പ്യൂട്ടറിനെ സെർവറുമായി ബന്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ടെൽനെറ്റ് ഉപയോഗിച്ച് നമുക്ക് സെർവറിലേക്ക് നിർദ്ദേശങ്ങൾ നൽകാനും നെറ്റ്വർക്കിലെ മറ്റു സെർവറുമായി ആശയവിനിമയം നടത്താനും സാധിക്കുന്നുണ്ട്. FTP എന്ന് പറഞ്ഞാൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. ഏത് നെറ്റ്വർക്കിലും ഫയലുകൾ കൈമാറാനായി ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് FTP എന്ന് പറയുന്നത്. അത് ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ഇന്റർനെറ്റ് അഡ്രസ് ആണ്. ഇന്റർനെറ്റ് അഡ്രസ്സ് എങ്ങനെ മനസ്സിലാക്കാം? ഇന്റർനെറ്റ് അഡ്രസ്സ് വഴി നമുക്ക് നെറ്റിലുള്ള ഒരു വ്യക്തിയെയോ ഒരു മേഖലയോ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഈ അഡ്രസ്സ് വഴി നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഒരാൾക്ക് നിങ്ങൾ സന്ദർശിക്കാനോ നിങ്ങൾക്ക് എന്തെങ്കിലും അയക്കുവാനോ നിങ്ങളുടെ അഡ്രസ്സ് ആവശ്യമാണ്. അപ്പോൾ ഇന്റർനെറ്റിൽ ഇതുപോലെ തന്നെ ഒരാൾക്ക് ഇമെയിൽ അയക്കണമെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് ആവശ്യമാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഇന്റർനെറ്റുമായി ഏതെങ്കിലും വീണ്ടെടുക്കണമെങ്കിൽ നമുക്ക് ഡൊമൈൻ അല്ലെങ്കിൽ IP അഡ്രസ്സ് അറിയിക്കാം. www.nas.ac.ic. ഇത് NAS എന്ന ഹോസ്റ്റ് കമ്പ്യൂട്ടർ സൂചിപ്പിക്കുന്നു. IN എന്നത് രാജ്യത്തെ ഇന്ത്യ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്, കൺട്രി കോഡാണ്. വലതുവശത്തെ കോഡ് രാജ്യത്തെയോ സംഘടനയോ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് ഡൊമൈൻ നെയിം ഉണ്ട്. www എന്ന വേൾഡ് വൈഡ് വെബാണ്. NAS എന്നുണ്ട്, ഓഫ് ദി ഹോസ്റ്റ് കമ്പ്യൂട്ടർ. AC എന്ന് പറഞ്ഞാൽ അക്കാദമിക്കാണ്. പിന്നെ AC എന്ന് പറഞ്ഞാൽ അക്കാദമിക്കാണ്. .com എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ. എജു എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. GOV എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നെറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് റിസോഴ്സസ്. ORG എന്ന് പറഞ്ഞാൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. AU എന്നുള്ളത് ഓസ്ട്രേലിയ കൺട്രിയുടെ ഡൊമൈനാണ്. I എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലാണ്. JP എന്ന് പറഞ്ഞാൽ ജപ്പാനാണ്. UK എന്ന് പറയുന്നത് യുണൈറ്റഡ് കിങ്ഡം. US എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ HTML ആൻഡ് HTTP ആണ്. എന്താണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജും ഹൈപ്പർ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളും തമ്മിലുള്ള വ്യത്യാസം? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലാംഗ്വേജ് ആണ്. ദാറ്റ് കൺസിസ്റ്റ് സർട്ടൻ കീവേഡ്സ് ആണ്. അതിൽ ഒരുപാട് കീവേഡ്സ് ഇറങ്ങിയിട്ടുണ്ട്. ടാഗ് അത് നമ്മൾ എന്തിനാണ് ഡോക്യുമെന്റ് എഴുതാൻ വേണ്ടിയിട്ട്, ഒരു വെബിലെ ഡോക്യുമെന്റ് എഴുതാൻ വേണ്ടിയിട്ടാണ് HTML. HTTP എന്നാണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. അത് നമ്മൾ എന്ത് ചെയ്യുക, പ്രോട്ടോക്കോൾ ട്രാൻസ്ഫർ ചെയ്യാണ്. HTML ഡോക്യുമെന്റ് ഉപയോഗിച്ച് പ്രോട്ടോക്കോൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് HTTP ഉപയോഗിക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പ്ലെയിൻ ഫ്രീക്വന്റ് യൂസ്ഡ് ടേം ഇന്റർനെറ്റ്. ഇന്റർനെറ്റിൽ ഉപയോഗിക്കുന്ന ഫ്രീക്വന്റ് ടേംസ് ഏതൊക്കെയാണ്? അതിൽ വേൾഡ് വൈഡ് വെബ് വരുന്നുണ്ട്. ഒരു കൂട്ടം ഇലക്ട്രോണിക് രേഖകളാണ്. ഇത് രേഖകളെ വെബ് പേജ് എന്നാണ് പറയുന്നത്. പിന്നെ വെബ് സർവർ ഉണ്ട്. വെബ് പേജ് സ്റ്റോർ ചെയ്യുന്ന കമ്പ്യൂട്ടറാണ് വെബ് സർവർ.
പിന്നെ HTML ഉണ്ട്, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. ഇത് ഇന്റർനെറ്റിൽ ഉപയോഗിക്കുന്ന ഭാഷയാണ്. ഇത് ഉപയോഗിച്ച് വെബ് പേജുകൾ നിർമ്മിക്കുന്നത്. പിന്നെ വെബ് പേജ് ഉണ്ട്, HTML എന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഉള്ള ഇലക്ട്രോണിക് ഡോക്യുമെന്റ് ആണ്. പിന്നെ URL ഉണ്ട്, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഓരോ പേജിനും സെർവറിൽ അതിന്റെ ലൊക്കേഷൻ തിരിച്ചറിയാൻ പ്രത്യേക അഡ്രസ് ഉണ്ട്, അതാണ് URL. പിന്നെ വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഒന്നോ അതിലധികം വെബ് പേജുകളുള്ള കമ്പനിയോ സ്ഥാപനമാണ് വെബ്സൈറ്റ്. പിന്നെ IP അഡ്രസ്, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്. കമ്പ്യൂട്ടറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ, സിമ്പൽ മുതലായ മനസ്സിലാക്കാൻ കഴിയില്ല. കമ്പ്യൂട്ടർ 1 അല്ലെങ്കിൽ 0 ഉപയോഗിച്ചുള്ള നമ്പറാണ് ഉപയോഗിക്കുന്നത്. ഇന്റർനെറ്റിനോട് കണക്ട് ചെയ്തുള്ള ഓരോ കമ്പ്യൂട്ടറിനും ഓരോ ഹോസ്റ്റ് നമ്പറുണ്ട്. ഈ നമ്പറിനാണ് IP അഡ്രസ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് എന്ന് പറയുന്നത്. പിന്നെ DNS എന്ന് പറഞ്ഞ ഡൊമൈൻ നെയിം സിസ്റ്റം. ഇന്റർനെറ്റിനോട് ബന്ധിപ്പിച്ചുള്ള ഓരോ കമ്പ്യൂട്ടറിനും ഓരോ യുണൈക്ക് നെയിം ഉണ്ട്, അതിനെയാണ് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി ഇതിൽ വരുന്ന 1 വേർഡ് ക്വസ്റ്റ്യൻ, 1/2 മാർക്കിന്റെയും 1 മാർക്കിന്റെയും ക്വസ്റ്റ്യൻ നമ്മൾ അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കും. എന്തെങ്കിലും സംശയം ചോദിക്കാം. NSന്റെ SSLC +2 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് നിങ്ങളുടെ ജില്ലയിൽ തന്നെ പരീക്ഷ എഴുതാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുണ്ട്. ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ്, നിങ്ങളുടെ ജോലിയെ തടസ്സപ്പെടാത്ത രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത്. അതേപോലെ വീട്ടിൽ നിന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്ന ബോസ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ SSLC +2 നമ്മൾ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി PG അഡ്മിഷനും നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ നൽകുന്നുണ്ട്. അഡ്മിഷനും മറ്റും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.